ആ ശബ്ദം ഇപ്പൊ നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം. ശാന്തമ്മ ടീച്ചറിന് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല, ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിടാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് അന്ന് വല്ല കാണണമെന്നൊരു വിചാരം ഉണ്ടായിരുന്നു. നേരെ ഏറ്റവും കൊണ്ട് വരുന്നത് പിന്നെ കഴിഞ്ഞോട്ടെ ഞാൻ മാറ്റി വെച്ചതായിരുന്നു. അപ്പൊ ഇവ കാണാൻ പറ്റി. ജഗു നാട്ടിലെത്തിയോ? എത്തി. ഇവിടെ ഉണ്ട്. ഓ അത് ശരി. 3-4 ദിവസമായി. കുറെ നാളായി. അതെ. അല്ല, ഇതിനിടയ്ക്ക് ഒരാഴ്ചയിലധികം കംപ്ലീറ്റ് പോയില്ലേ? മഴയുടെ ശല്യം, വെള്ളമൊക്കെ ഇറങ്ങിയോ സാറേ? ശരിക്കും വെള്ളം വണ്ടി എടുത്തു തുടങ്ങി. ഒരാഴ്ചയായിട്ട് വണ്ടി എടുക്കുന്നില്ല. അതെ, മുറ്റത്തൊക്കെ വെള്ളം കയറി മുറ്റത്തെ വെള്ളം ഉണ്ടായിരുന്നു. ശരി. അപ്പൊ പിന്നെ വണ്ടി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇല്ല, റോഡിലാണ്ട് കഴുത്തോളം വെള്ളം ഉണ്ടായിരുന്നു. ഓ ശരി. പെട്ടെന്നായിരുന്നു ഈ പ്രാവശ്യം. ഓ പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് ഞായറാഴ്ച രാവിലെ തുടങ്ങി ഉച്ചയായപ്പോഴത്തേക്കും വെള്ളം വന്നു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്കാണോ വലിയ ശല്യം വന്നില്ല? ഇവിടുത്തെ ഇല്ല, അച്ചൻകോലാറ്റിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പമ്പയിലും മണിമലയും ആയിരുന്നു പിന്നെ മീനച്ചിലുമായിരുന്നു. അച്ചൻകോലാറ്റിൽ അത്രയും പൊങ്ങിയില്ല. റെക്കോർഡിംഗ് തുടങ്ങിയെന്ന് തോന്നുന്നു. റെക്കോർഡിംഗ് ആയോ? ആയി. സഹനവതു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ പഠിതർക്കും ഗീതമായ പ്രണാമം. ഏകാദശം 11-ാം അധ്യായമല്ലേ? അതെ സാർ. ഏകാദശസ്കന്ധം അധ്യായം 11. ശ്രീ ഭഗവാനുവാചാം ബദ്ധോ മുക്ത ഇതി ഖ്യാതാ ഇതി വ്യാഖ്യാ ഗുണതോ മേ നമസ്കൃത ഗുണഫ്യ മായാ മൂലത്വം നമേ മോക്ഷോ ന ബന്ധനം. കഴിഞ്ഞ അധ്യായത്തിനുള്ളിൽ സൂചിപ്പിച്ച വിഷയമാണിത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ബദ്ധവും മുക്തി. ബന്ധം അനുഭവിക്കുന്നവൻ ബദ്ധനാണ്, മുക്തി അനുഭവിക്കുന്നവൻ മുക്തനുമാണ്. ഇങ്ങനെ ഈ രണ്ടുപേരുടെ ഭാവത്തെ കുറിച്ചാണ് പറഞ്ഞു വെച്ചപ്പോൾ ഉദ്ധവൻ ചോദിച്ചു, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറയാമോ? കഥം വർത്തേത വിഹരേത കൈർ ന്യായേത ലക്ഷണൈ. അടയാളം കൊണ്ട് ഇവരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇയാൾ ബദ്ധനാണ്, ഇയാൾ മുക്തനാണെന്ന് ഒരാളെ നോക്കിയാൽ പറയാൻ പറ്റുമോ? എന്ത് ചിഹ്നങ്ങളാണ്, എന്ത് അടയാളങ്ങളാണ് ഇത് തിരിച്ചറിയാൻ വേണ്ടത്? ഏതത് അച്യുതമേ ബ്രൂഹി. നിത്യമുക്തോ നിത്യബദ്ധ ഏക ഏവേതി മേ ഭ്രമ. രണ്ടും ഒന്നാണെന്നാണ് എന്റെ ഭ്രമം. നിത്യമുക്തനും നിത്യബദ്ധനും ഒരാൾ തന്നെയല്ലേ? ഒന്നുമില്ല, ഈ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണെന്നാണ് എന്റെ ഭ്രമം. അതുകൊണ്ട് ജീവാത്മാക്കൾക്കാണ് മുക്തി വേണ്ടത്, അവരാണ് ബന്ധിതരായവർ. പരമാത്മ ചൈതന്യത്തിന് ബന്ധവുമില്ല, മുക്തിയുമില്ല. പക്ഷെ ഇത് രണ്ടും ഒരേ ആശ്രയത്തിൽ ഒന്നിച്ചങ്ങനെ ഇരിക്കാൻ പറ്റുന്നു. അങ്ങനെ വരുമ്പോൾ രണ്ടുപേരും ഒന്നായി തന്നെ തീരില്ലേ എന്നൊരാശങ്കയ്ക്ക് പരിഹാരമായിട്ട് അടുത്ത അധ്യായം ഈ വിഷയം സമഗ്രമായി പ്രതിപാദിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുന്നത് ആരംഭിക്കാണ്. ബദ്ധഃ മുക്ത ഇതി എന്നിങ്ങനെ വ്യാഖ്യാനിക്കുന്നത്
വ്യവഹരിക്കുന്നത് പറയുന്നത് ഗുണം കൊണ്ടാണ്. ഒരാൾ ബദ്ധനാണ്, ഒരാൾ മുക്തനാണ് എന്ന് പറയുന്നത് ത്രിഗുണങ്ങളുടെ ചേർച്ച കൊണ്ടാണ്. ഗുണസംയോഗം കൊണ്ടാണ് ബദ്ധനാകുന്നത്, ഗുണാതീതനായാൽ മുക്തനായി. ഗുണത്തോ മേ ന വസ്തുത, വാസ്തവത്തിൽ ഉള്ളതല്ല. വസ്തുത, വാസ്തവത്തിൽ ഉള്ളതല്ല. ബദ്ധനെന്നും മുക്തനെന്നും പറയപ്പെടുന്നത് ഗുണം കൊണ്ടാണ്. എന്റെ ഗുണം കൊണ്ട് തന്നെയാണ്. ഈ സത്വരജസ്തമസ്സുകളൊക്കെ എന്നിൽ നിന്ന് തന്നെ വന്നതാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെ വ്യവഹാരമുള്ളത്. ഗുണസ്യ മായാമൂലത്വാത്, ഗുണത്തിന്റെ കാരണം എന്താണ്? മായയാണ്. ഗുണസ്യ മായാമൂലത്വാത്, ഗുണത്തിന്റെ മൂലം കാരണം മായ തന്നെയാണ്. മൂലത്വാത്. അപ്പൊ ഈ ഗുണം എങ്ങനെ ഉണ്ടാകുന്നു? മായയിൽ നിന്നുണ്ടാകുന്നു. മായയിൽ നിന്നാണ് ത്രിഗുണങ്ങൾ ഉണ്ടായത്. നമ്മെ മോക്ഷവും ന ബന്ധനം. അങ്ങനെയാണെങ്കിൽ എനിക്ക് മോക്ഷവുമില്ല ബന്ധനവുമില്ല എന്നെ സംബന്ധിച്ച്. എന്നിൽ നിന്ന് ഉണ്ടാകുന്ന മായ കൊണ്ടാണ് ത്രിഗുണങ്ങൾ ഉണ്ടാകുന്നത്. ആ ത്രിഗുണങ്ങളാണ് ബദ്ധനാവാൻ കാരണമാകുന്നത്. ആ ബന്ധനത്തിൽ നിന്ന് മുക്തി കിട്ടുമ്പോഴാണ് മുക്തനാകുന്നത്. അപ്പോൾ വാസ്തവത്തിൽ എന്നിൽ നിന്നും വേർപിരിഞ്ഞു പോകുന്ന മറ്റൊരു പദാർത്ഥമാണ് മായ. ആ മായയിൽ നിന്നും പിന്നുണ്ടാകുന്ന വേറൊരു പദാർത്ഥമാണ് ത്രിഗുണങ്ങൾ. ഇത് ബാധിക്കപ്പെടുമ്പോഴാണ്, അപ്പൊ ഇത് വാസ്തവത്തിൽ എന്നെ ബാധിക്കുന്നില്ലോ, എന്നിൽ നിന്നും ഉണ്ടായതാണ്, എന്നെ ബാധിക്കില്ല. അതുകൊണ്ട് ഗുണസ്യ മായാമൂലത്വാത് നമ്മെ മോക്ഷവും ന ബന്ധനം. ഇത് രണ്ടും എനിക്കില്ല. ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അതിന് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ചു പോകുന്നത് ആ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ പര്യാപ്തമാണ്. ഗൗരവമായ വിഷയമാണ്. ഏകാദശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഈ അധ്യായം. ശരിയാണ്, സമ്മതിക്കുന്നു. ബദ്ധനും മുക്തനും രണ്ടാളാണ് എന്ന് പറയുന്നെങ്കിലും ഒരാളല്ലേ അനുഭവിക്കുന്ന വാസ്തവത്തിൽ. ഈ ത്രിഗുണങ്ങളാൽ ബന്ധിതനായ മായാബന്ധനം കൊണ്ട് സംസാര ലോക ജീവിതം അനുഭവിക്കുന്നത് ഞാനാണ്. അതിൽ നിന്ന് മുക്തി ലഭിക്കുന്ന മുക്തനായിരിക്കുന്നതും ഞാനാണ്. അപ്പൊ വാസ്തവത്തിൽ ബദ്ധനും മുക്തനും ഒരാളല്ലേ? ഞാനാണ് ബദ്ധൻ. ആ ഞാൻ തന്നെയാണ് മുക്തി പ്രവർത്തിക്കാൻ പോകുന്നത്, വേറെ ആളല്ല. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒരേ സമയത്ത് ഒരാൾക്ക് ഉണ്ടാകാൻ പറ്റില്ലല്ലോ. ബന്ധിതരായിരിക്കുമ്പോൾ, വിഷയാസക്തന്മാരായി സാംസാരിക ലോക ജീവിതത്തിന്റെ വിഷയങ്ങൾ കൊണ്ട് ബന്ധിതനായിരിക്കുന്ന ഒരാൾക്ക് മുക്തി കിട്ടില്ലല്ലോ. അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴല്ലേ മുക്തി അനുഭവിക്കാൻ പറ്റുള്ളൂ. അവിടെ ഈ ബന്ധനവും മോക്ഷവും ഒരാളിൽ ഒരേ സമയത്ത് ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഈ ജീവാത്മാക്കൾക്ക് വാസ്തവത്തിൽ ബന്ധമോക്ഷങ്ങൾ ഉള്ളത് ജീവാത്മാവിനാണ്, പരമാത്മാവിനല്ല. പരമാത്മാവിൽ നിന്ന് വേർപിരിഞ്ഞ മായ കൊണ്ടുള്ള ഗുണങ്ങളാണ് ബദ്ധനാവാൻ കാരണം. അത് തന്നെയാണ് മുക്തിക്കും കാരണം. അത് മാറിയാൽ അപ്പൊ മായയിൽ നിന്നും നിവൃത്തി വന്നെങ്കിലല്ലേ ഇത് രണ്ടും അനുഭവിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, ഇത് രണ്ടും ഒരാളല്ലേ എന്നാ ചോദ്യം. അതെ, അത് മായ കൊണ്ടല്ലേ ഇത്. മായ ബാധിക്കുന്ന ആരെയാണ്? ജീവാത്മാക്കളെയാണ്. അതിൽ നിന്ന് മുക്തി ലഭിക്കുന്നതും ആർക്കാണ്? ജീവാത്മാവിന്. മുക്തി ലഭിച്ച് മുക്തനായി ഇരിക്കുന്നതും ആരാണ്? അപ്പൊ പിന്നെ പരമാത്മാവായി തീരും. അല്ല, ഈ ജീവാത്മാവിനല്ലേ മുക്തി കിട്ടുന്നേ? അതെ,
അതെ, അപ്പൊ രണ്ടും ഒരാളിൽ തന്നെ വരുമോ? അങ്ങനെയാണെങ്കിൽ ഒരേ സമയത്ത് വരുമോ? അതെ അതെ അതെ. അപ്പൊ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബന്ധമോക്ഷങ്ങൾ ജീവാത്മാവിനാണ്, പരമാത്മാവിന് അല്ല. അതിനെ അത് ബാധിക്കില്ല. ഈ സമാധാനം പറയാൻ പുറപ്പെടുക. ഈ മായയും ത്രിഗുണങ്ങളും ഒക്കെ എന്റെ അധീനതയിലാണ്. അതുകൊണ്ട് എന്റെ അധീനതയിലിരിക്കുന്ന വസ്തുവിന് ആ വസ്തുവിന് ഞാനുമായിട്ടൊരു ബന്ധം ഉണ്ടാവുമല്ലോ. ജീവൻ ഉപാധി കൊണ്ടാണ് വസ്തു സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതില് എന്നിൽ നിന്ന് പോകുന്ന ഈ ഗുണങ്ങൾ അവരിലേക്ക് വരുമല്ലോ. മായയും ത്രിഗുണങ്ങളും ഒക്കെ അവരിലേക്ക് വരികയെന്ന് ചെയ്യുമല്ലോ. അപ്പൊ ഈ മായയും ത്രിഗുണങ്ങളും വാസ്തവത്തിലുള്ളതാണോ? അല്ലല്ലോ. ഇത് രണ്ടും ഇല്ലാത്തല്ലേ. പരമാർത്ഥിക തലത്തില് ശരിയാണ്, പക്ഷെ വ്യാവഹാരിക തലത്തിൽ ഇല്ല എന്ന് പറയാനും പറ്റൂല. ഒരു ഉദാഹരണം പറയാം. നമ്മള് അടുപ്പിൽ തീ കത്തിച്ച കലത്തിൽ അരിയിട്ട് എന്ത് ചെയ്യുന്നു? ചോറ് വേവിക്കുന്നു. അരി വേവിച്ച് എന്താകുന്നു? ചോറാക്കുന്നു. അതിലെ അരിക്ക് നേരിട്ട് അഗ്നിയുമായിട്ട് സംബന്ധമുണ്ടോ? ഇല്ല, പാത്രമായിട്ടുള്ളൂ. അഗ്നിക്ക് പാത്രമായിട്ട് സംബന്ധമുള്ളൂ. അപ്പൊ വാസ്തവത്തിൽ അഗ്നിക്ക് നേരിട്ട് ഈ തണ്ടുലുമായിട്ട് ബന്ധമില്ല. പക്ഷെ ബന്ധമില്ലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ തണ്ടുലത്തിന്റെ പ്രവൃത്തി അവിടെ എന്തുണ്ട്? നടക്കുന്നുണ്ട്. ഇതുപോലെ പരമാത്മാവിന് ജീവാത്മാവുമായിട്ട് നേരിട്ട് ബന്ധമില്ല. പക്ഷേ ഈ ഉപാധികളിൽ കൂടി അത് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണം വ്യക്തമാക്കുന്ന എന്ന് നമുക്ക് പരിചയമുള്ള ഉദാഹരണം. കാരണം പാത്രത്തിൽ അരി ഇടുന്നേ, ആദ്യം പാത്രം ചൂടായി വെള്ളം തിളച്ച് വന്നിട്ട് അരി എന്ത് ചെയ്യാൻ പറ്റൂ? വേഗം പറ്റും. ഈ രണ്ട് പ്രക്രിയ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? അരി വേവുകയുള്ളൂ. അരിക്ക് നേരിട്ട് അഗ്നി സംയോഗം ഇല്ല, സംബന്ധമില്ല. ഒരു ഉപാധിയെ പാത്രം എന്ന ഉപാധി വെള്ളം എന്ന ഉപാധിയെ ആശ്രയിച്ചാണ്. വെള്ളം ഒഴിക്കാതെ പാത്രത്തിൽ വെച്ചാലും എന്ത് ചെയ്യത്തില്ല? അരി വേവില്ല. അപ്പൊ വെള്ളത്തിന്റെയും പാത്രത്തിന്റെയും സംയോഗമെന്ന സംബന്ധം കൊണ്ടാണ് അഗ്നി അരിയെ ചോറാക്കുന്നത്, പ്രവർത്തനം നടക്കുന്നു. സ്പഷ്ടമായിട്ട് ഉദാഹരണം. അപ്പൊ അഗ്നിക്ക് ഉപാധിയെ ആശ്രയിച്ചിട്ട് അത് പ്രവർത്തിപ്പിക്കും, പക്ഷെ നേരിട്ട് പ്രവർത്തിക്കില്ല. ഇതുപോലാണ് പരമാത്മാവ് ജീവാത്മാക്കളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും, പക്ഷെ നേരിട്ടല്ല, ഉപാധി വെച്ചിട്ടാണ്. മായ എന്ന ഉപാധിയിലൂടെ. അപ്പം ഇവിടെ ശരീരം എന്ന ഉപാധിയല്ലേ എടുക്കുന്നത്? അതെ, ശരീരം എന്ന ഉപാധി. ശരീരം എന്ന ഉപാധിയിലൂടെ അല്ലേ എടുക്കുന്നത്? ആണോ? അതിലൂടെയാണല്ലോ മായ പ്രവർത്തിക്കുന്നു, നമ്മെ കൊണ്ട് വിഷയസുഖങ്ങൾ അനുഭവിപ്പിക്കുന്നു, ഈ ത്രികോണങ്ങളിൽ ബന്ധിക്കുന്നതൊക്കെ ഉണ്ടാകും. ശരീരം എന്ന് പറഞ്ഞത് മായയാണെന്നുള്ളതാണ് അല്ലേ? അപ്പം വേറൊരു ചോദ്യം ചോദ്യം ഉണ്ടാകാം. ഈ അഗ്നിക്ക് നേരിട്ട് അരിയുമായിട്ട് ബന്ധമില്ലെങ്കിലും അതിന്റെ പ്രവൃത്തി നടക്കുന്നുണ്ടല്ലോ. എന്താണ് അത്? വേഗത്തില്ല, അത് സത്യമല്ലേ? അത് മായയല്ലല്ലോ. അല്ലല്ല. എന്ന് ഒരു പൂർവപക്ഷത്തിന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. അതെ 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 അതെ. അങ്ങനെ മായയാണെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവരുതല്ലോ. ഈ ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ്. ഇവിടെ ഇപ്പൊ ഇതപ്പം പൂർവപക്ഷത്തിന്റെ ഒക്കെയാണോ ഇവിടെ ഇപ്പൊ ഈ അവതരിപ്പിച്ചു കൊണ്ടുവരുന്നത്? ഇതിലെ ഇത്രയും പൂർവപക്ഷങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് ബദ്ധോ മുക്തി ഇതി വ്യാഖ്യാ ഗുണത്വം എന്ന വസ്തുത ഗുണസ്യ മായാമൂലത്വ. അവിടെയാണ് ചോദ്യം വന്നത്. ഗുണസ്യ മായാമൂലത്വ നമേ മോക്ഷ നബന്ധ. അതെങ്ങനെ?
അത് പരമാത്മാവിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണെങ്കിൽ പരമാത്മാവിന് ജീവാത്മാവുമായിട്ട് ബന്ധമില്ല എന്നാണെങ്കിൽ ഈ ജീവാത്മാക്കളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കാൻ പറ്റും? ജീവാത്മാവിനെ കർമ്മപഥങ്ങളിലേക്ക് പ്രചോദിപ്പിക്കുന്ന ഒരു ശക്തിയല്ലേ അത്? അഗ്നിയുടെ ശക്തി കൊണ്ടാണ് പാത്രം എന്ന ഉപാധിയെ, വെള്ളം എന്ന ഉപാധിയെ ചൂടാക്കിയിട്ട് അരി എന്തിരിക്കുന്നത്, വേവിക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ അരി വെന്ത് ചോറാകുന്നു എന്നുള്ളത് ഒരു മായല്ലോ. അതിപ്പോ കണ്ടുകൊണ്ട് സത്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് മായയെ ആശ്രയിച്ചിട്ടാണ് എന്ന് പറയാമോ എന്നാണെങ്കിൽ, ബുദ്ധിമാനായ മനുഷ്യ ഒരു കാര്യം ആലോചിക്കൂ. ഈ പാത്രവും ഈ വെള്ളവും ഈ അരിയും മായയാണ്. സത്യം എന്ത് മാത്രമാണ്? അഗ്നി മാത്രം. അഗ്നി അനശ്വരമാണ്. പക്ഷേ ഈ അഗ്നിയെ അപേക്ഷിച്ച് ഇത് മൂന്നും നശ്വരമാണ്. ഏത്? പാത്രവും വെള്ളവും അരിയും നശ്വരമാണ്. നശ്വരമാണെന്നല്ല, വികാര അധീനത, മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവയ്ക്ക് മാറ്റം ഉണ്ടാകുന്ന വസ്തു നിത്യമല്ലല്ലോ. നിത്യമല്ലാത്ത വസ്തുവാണ് ഇത് മൂന്നും. നിത്യമല്ലാത്ത വസ്തുവാണെങ്കിൽ അത് ഉപാധികളാണ്. അപ്പൊ അഗ്നിക്ക് ഇന്ന ഉപാധി വേണമെന്നില്ല. ഏത് പാത്രം കിട്ടിയാലും, ഇരുമ്പായാലും ചെമ്പായാലും വെള്ളിയായാലും സ്വർണമായാലും അലുമിനിയം ആയാലും ഓടായാലും അതിന്റെയും അനുഭവം. അപ്പൊ ജീവാത്മാക്കൾക്ക് കോടിക്കണക്കിന് വൈവിധ്യം ഉണ്ടാകാം. പരമാത്മാവ് ഒന്നേ ഉള്ളൂ, അതിന് മാറ്റം ഉണ്ടാകും. പക്ഷെ അതിന് നേരിട്ട് ബന്ധം ഇല്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ പ്രവൃത്തി കൊണ്ടാണ് ഇവിടെ ബാക്കി എല്ലാ സാംസാരിക ചലനങ്ങളും നടക്കുന്നത്. അത് ബോധ്യപ്പെടുത്താനാണ് ഈ ഉദാഹരണം പറയുക. മനോഹരമായ ഉദാഹരണം. നമ്മളൊക്കെ ചെയ്യുന്നതാണെങ്കിലും ചിന്തിക്കാറില്ല. അരികടിക്ക് പാത്രത്തിൽ തീയും കത്തിക്കും. പക്ഷെ തീക്ക് ഈ അരിയുമായിട്ട് ബന്ധമില്ലെന്ന് നമ്മൾ ഓർക്കാറില്ല. അപ്പൊ അതുകൊണ്ട് വാസ്തവം അതുപോലെ ഉപാധി സംബന്ധം കൊണ്ടാണ് ബന്ധമോക്ഷങ്ങൾ ഉണ്ടാകുന്നത്. ഈ വേഗതയും വേഗാതിരിക്കുന്നതും ഒക്കെ ഉപാധി സംബന്ധം കൊണ്ടാണ്. അതുകൊണ്ട് ഈ ബന്ധമോക്ഷങ്ങൾ അത് വാസ്തവത്തിൽ സത്യമല്ല എന്നുള്ളതല്ലേ? ഈ ബന്ധവും മോക്ഷവും വാസ്തവത്തിൽ എന്തല്ല? സത്യമല്ല. എന്താണ്? മായ കൊണ്ട് ബന്ധിതനാകുമ്പോഴല്ലേ ഉള്ളൂ ബന്ധനം. ബന്ധിതനായെങ്കിലല്ലേ ഉള്ളൂ മോക്ഷം, അല്ലേ? ഇല്ലല്ലോ. ചെടി നടന്നെങ്കിലല്ലേ കഴിവുള്ളൂ, അല്ലെ? കഴിവുള്ള കാര്യമില്ലല്ലോ. ബന്ധം ഉണ്ടായെങ്കിൽ മാത്രമേ മോക്ഷത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ ഇത് രണ്ടും ഇല്ലാത്തതാണ്. അതാണ് ഗുണതോ മേ ന വസ്തുത മേ മോക്ഷോ ന ബന്ധന. ഇതിന് വ്യാഖ്യാനിച്ച് പറഞ്ഞ എനിക്ക് മോക്ഷമില്ല, ബന്ധനമില്ല, കാരണം ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ലോ. അപ്പൊ ഈ ജീവാത്മാക്കൾ അനുഭവിക്കുന്ന ഭൗതിക വിഷയങ്ങളും ഒക്കെ വാസ്തവത്തിൽ നശ്വരങ്ങളാണ്. അത് ഞാൻ നേരിട്ട് ബന്ധപ്പെടുന്നതല്ല. പക്ഷെ ഇതിന്റെയൊക്കെ പിമ്പിൽ ആരുണ്ട്? ഞാനുണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇതൊക്കെ നടക്കുന്നേ? അല്ലേ? നടക്കാൻ പറ്റില്ല. അപ്പൊ ഇത് രണ്ടും കൽപ്പിതമാണ്. ബന്ധമോക്ഷങ്ങൾ കൽപ്പിതങ്ങളാണ്. മായ കൊണ്ട് കൽപ്പിച്ചുണ്ടാക്കുന്ന വസ്തുക്കളാണ് ഇതെല്ലാം. ഗുണസംയോഗം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്, ഈ ബന്ധമോക്ഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഭൗതിക വിഷയങ്ങളാകുന്ന എതിനെയൊക്കെ മായ ബാധിക്കുമെന്ന് എടുത്തു പറയാൻ പറ്റുമോ? എത്ര എണ്ണമുള്ള? കോടിക്കണക്കിനില്ലേ. അതുകൊണ്ട് എന്റെ വിഭൂതികളെ കുറിച്ച് ഞാനിപ്പോ പറയാം. എന്തൊക്കെയാണ്? രൂപം, രസം, സ്പർശം, ഗന്ധം,
എന്നൊക്കെ പറയുന്ന തന്മാത്രകൾ, പിന്നെ എന്താണ് മഹത്തത്വം, അഹങ്കാരം എന്നുള്ള 2 പ്രകൃതിയുടെ വികാരങ്ങൾ, പിന്നെ പഞ്ചമഹാഭൂതങ്ങൾ, 11 ഇന്ദ്രിയങ്ങൾ എല്ലാം കൂടെ കൂടി ഒരു 23 ഘടകങ്ങൾ, വിഷയങ്ങൾ വരും. അവയിൽ അവ്യക്തമായ ആത്മതത്വവും വ്യക്തമായി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന പ്രകൃതിയും കൂടെ ചേർന്ന് 25 തത്വങ്ങൾ. ഇതൊന്നും നമ്മൾ നേരത്തെ പഠിച്ച, നമുക്ക് ആകെപ്പാടി 24 25 തത്വം എന്ന് കേട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാഖ്യത്തെ കുറിച്ച് വിചാരം വരുള്ളൂ. അതുകൊണ്ട് യാതൊരു ബന്ധമുള്ളതല്ല. ആർക്കും ഈ എന്താണ് 24 തത്വം, 25, 23 ഒക്കെ ആർക്കും പറയാമല്ലോ. കപിലിന് മാത്രമേ പറയാവുന്നില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള 25 ഘടകങ്ങൾ ഒന്നിച്ചു കൂടി ചേരുന്നിടത്താണ് ജീവൻ ഉണ്ടാവാൻ കാരണം. അപ്പൊ ഈ ജീവനിലെ പഞ്ചഭൂതങ്ങളുണ്ട്, തന്മാത്രകളുണ്ട്, എന്താണ് ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സുണ്ട്. അതേപോലെ പ്രകൃതി എന്ന് ഈ മായയുണ്ട്. അതിൽ അവ്യക്തമെന്ന ഞാനെന്ന ചൈതന്യ ശക്തി. അത്രയും കൂടി ചേരുമ്പോഴാണ് ഒരു ജീവൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ ജീവാത്മാവിന് പരമാത്മാവായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല, എന്ന് നേരിട്ട് ബന്ധമില്ല. ജീവാത്മാക്കൾ സ്വതന്ത്രരാണ്. ഈ പരമാത്മാവിന്റെ ബന്ധനത്തിനകപ്പെടില്ല. അവരുടെ ബന്ധനം എന്തിലാണ്? പ്രകൃതിയിലാണ്. ഉള്ളിരിക്കുന്ന ഈ പരമാത്മ ചൈതന്യം അവരെ പ്രചോദിപ്പിക്കും. അതനുസരിച്ച് എന്ത് ചെയ്യും? സകല വിഷയങ്ങളിലെ പിറകെ പോയി അനുഭവിച്ച് ദുഃഖവും ദുരിതവും പരമ്പര വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ പൊക്കോളൂ. ഇപ്പൊ ഇവിടെ പറയുന്ന മഹത്വത്വങ്ങൾ സാഖ്യ ദർശനം അനുസരിച്ചിട്ടുള്ള അല്ല. മഹത്ത് എന്ന് ആദ്യം ഉണ്ടായ ഒരു വിഷയത്തെ കുറിച്ച് മാത്രമാണ്. അതിൽ നിന്നാണ് മായ ഉണ്ടാകുന്നത്. സൃഷ്ടിക്രമത്തിൽ ആദ്യം ഉണ്ടായത് മഹാൻ അല്ലെങ്കിൽ മഹത്ത്. സാഖ്യമായിട്ട് ഇവിടെ യാതൊരു ബന്ധമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ഇത്രയും വിഷയങ്ങളാണ് മോക്ഷവും മോക്ഷവും എന്ന ബന്ധനം, എന്ന വസ്തുത. ഈ 2 കാര്യം സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഒന്ന് വ്യാഖ്യാനിച്ചത്. കിട്ടിക്കാണുമോ ഏകദേശം? ബദ്ധോ മുക്ത ഇതി വ്യാഖ്യാ ഗുണതോ മേന വസ്തുത ഗുണസ്യ മായാ മൂലത്വാത് നമേ മോക്ഷോ ന ബന്ധനം. ബദ്ധോ മുക്ത ഇതി വ്യാഖ്യാ ഗുണതോ മേന വസ്തുത ഗുണസ്യ മായാ മൂലത്വാത് നമേ മോക്ഷോ ന ബന്ധനം. അതിന് വ്യാഖ്യാനമാണെങ്കിൽ ബാക്കി പറയാൻ പോലെ. ഇതിപ്പോ തുടങ്ങി വെച്ചതാണ്. നമുക്ക് ഇനി അടുത്തതിലേക്ക് കിടക്കുമ്പോൾ കുറച്ചുകൂടി വിസ്തരിച്ച് അത് മനസ്സിലാക്കാം. മഹേശ്വരേണ ജീവേന ഗുണേന ഗുണിനാവിനാം സർവത്മനാഭി സർവേണ ന ഭാവോ വിദ്യതേ ക്വചിത്. മയാ ഈശ്വരേണ. ശ്ലോകം ഇല്ലല്ലോ ഇതില്. അത് അടുത്തത് ശോകമോഹവും സുഖം ദുഃഖം എന്നുള്ളതല്ലേ? അടുത്ത ശ്ലോകം പേജ് മാറിയോ? ശോകമോഹവും സുഖം ദുഃഖം. ശോകമോഹവും സുഖം ദുഃഖം. ശോകമോഹം സുഖം ദുഃഖം. പേജുകൾ അത്രയല്ല, കുറച്ച് പേജ് നഷ്ടപ്പെട്ടു. പക്ഷെ പേജിന്റെ നമ്പരൊക്കെ ശരിയാണ്. ശ്ലോകത്തിന്റെ നമ്പറോ? ശ്ലോകത്തിന്റെ നമ്പർ ശ്ലോകത്തിന്റെ നമ്പരും അല്ല, ശരിയല്ല, മാറിപ്പോയിട്ടുണ്ട്. ഇതിന്റെ അവസാനം കാണുന്നു. നോക്കട്ടെ, പറഞ്ഞ ശ്ലോകം ഏതായിരുന്നു? അത് 4-മത്തെ സാറിപ്പ വായിച്ചത്. അതെ, ശരിയാ. ഏകസ്യൈവം മമാംശസ്യ 4-മത്തെ. അതൊന്ന് നോക്കിയെടുത്തോട്ടെ. ഇതിനകത്തുണ്ട്, പേജ് മാറിപ്പോയതാണ്.
ഏകഫീവം അംശപ്യ. അല്ല, ശോകമോഹവും ശോകമോഹവും അതാണ് അടുത്ത ശ്ലോകം വരുന്നത് അല്ലേ? അടുത്തത് രണ്ടാമത്തെ. സുഖം ദുഃഖം ദേഹോത്പത്തി ച മായയാ സ്വപ്നഃ. പേജ് മാറിയിട്ടുണ്ട് സാറേ, അതാണ്. അതെ, സാറിപ്പോ വായിച്ചത് 4-ാമത്തെയാണ് ഞങ്ങളുടെ കയ്യില്. ഇതിനകത്ത് കുറെ പേജുകൾ നഷ്ടപ്പെട്ടതാണ്. ദേവസ്വത്തിന്റെ പുസ്തകമല്ലേ സാറിന്റെ കയ്യിലിരിക്കണേ? അതെ അതെ. ആദ്യ പേജ് മാറിണ്ട്. എന്റെ പുസ്തകത്തിൽ അങ്ങനെ തന്നെയാ. 236 കഴിഞ്ഞിട്ട് പിന്നെ 238 ഉള്ളൂ. 237 അതാണ് പറ്റിയത്. അതാണ് ബാക്കി എവിടെ ഉണ്ട് നോക്കി. രണ്ട് പേജാണ് നഷ്ടപ്പെട്ടത്. 4-ാമത്തെ ശ്ലോകം അല്ലേ ഏകഫീവാംശപ്യ? അതെ അതെ അതെ, ഒരു പേജാണ്. ഒരു പേജായിരിക്കും വിട്ടുപോയി. ഫോണൊന്ന് മ്യൂട്ട് ചെയ്യാമോ? സൗണ്ട് കേൾക്കുന്നു. ശ്രീകുമാരി എന്ന് പറഞ്ഞ ആളാണ് മാമി. അത് തന്നെ, ഭയങ്കര ഡിസ്റ്റർബൻസ്.
ശ്രീകുമാരി ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഹലോ, ശ്രീകുമാരി ഒന്ന് മ്യൂട്ട് ചെയ്തേ. ആ മ്യൂട്ട് ചെയ്തു. ശോകമോഹവും സുഖം ദുഃഖം ദേഹാവത്തിഷ്ടമായ സ്വപ്നോ യഥാത്മനഖ്യാതി സംസ്കൃതം നതു വാസ്തവി. ശോകമോഹങ്ങള് സുഖദുഃഖങ്ങള് ആപത്തി ദേഹത്തെ പ്രാപിക്കും, ദേഹം ഉണ്ടാകും. ഇത് മൂന്നും, ശോകമോഹങ്ങൾ, സുഖദുഃഖങ്ങൾ, ദേഹമുണ്ടാകും. മായ, ഇത് മൂന്നും വാസ്തവത്തിൽ മായ കൊണ്ടാണ്. ഇത് ഉള്ളതാണെന്ന് പറയാമോ ഇല്ലാത്തതാണെന്ന് പറയാമോ? ഞാൻ ശോകമോഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള എന്നെ സംബന്ധിച്ച് സത്യമല്ലേ? സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് സത്യമല്ലേ? ദേഹമുണ്ടാകുന്നു എന്നുള്ളത് സത്യമല്ലേ? ഇപ്പോഴീ കാണപ്പെടുന്ന സത്യത്തിന് മറ്റൊരു അസത്യത്തിന്റെ പിൻബലം കൊണ്ടാണ് സത്യമായി കാണപ്പെടുന്നത്, മായ കൊണ്ട്. അതെങ്ങനെ അറിയാൻ പറ്റും? സ്വപ്നോ യഥാ ആത്മനഖ്യാതി വാസ്തവീം. സ്വപ്നോ യഥാ, എപ്രകാരമാണോ സ്വപ്നത്തില് ആത്മനഖ്യാതി, തനിക്കുണ്ടാകുന്ന കീർത്തി, സ്വപ്നത്തിൽ താൻ കീർത്തിമാനായി, രാജാവായി, വൈമാനികനായി, വിമാനം ഓടിക്കുന്നു, പൈലറ്റായി, എത്രയെത്ര അവാർഡുകൾ കിട്ടുന്നു, അതൊക്കെ ഞാൻ ചെന്ന് മേടിക്കുന്നു, ലോകപ്രസിദ്ധി ഉണ്ടാകുന്നു. ഇതൊക്കെ എനിക്ക് എന്ത് ചെയ്യാം? സ്വപ്നത്തിൽ അനുഭവിച്ചറിയാം. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയോ സമയം ഇതൊക്കെ സത്യമാണ്, അല്ല എന്ന് തോന്നിക്കില്ല. എപ്പോഴാണോ സ്വപ്നത്തിൽ നിന്നും ഉണരുന്നത്, അപ്പോൾ ഇതൊന്നും സത്യമല്ല, വാസ്തവല്ല എന്ന് തോന്നും. ഈ വാസ്തവികതയും അവാസ്തികതയും ഒരു ദിവസം തന്നെ ജീവാത്മാവ് എത്ര പ്രാവശ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് മനസ്സിലാകുന്നില്ലേ ഇതൊന്നും വാസ്തവമല്ല എന്ന്? ആത്മനഖ്യാതിഹി സ്വപ്നോ യഥാ സംസ്കൃതിഹി നതു വാസ്തവി. വാസ്തവത്തിൽ എനിക്കുണ്ടായ ഖ്യാതി വാസ്തവമാണോ? അല്ലല്ലോ. അപ്പൊ ഞാനത് കണ്ടത് അത്രയും സമയം, അത് ശരിയാണോ? അത് കണ്ടിരുന്ന അത്രയും സമയം ശരിയാണ്, അത് കഴിഞ്ഞപ്പോ ഒന്നും ശരിയല്ല. ഇതുപോലെയുള്ള ഒരു വാസ്തവികതയാണ് ജീവാത്മാവിന് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഈ ശോകമോഹങ്ങൾ നിത്യമല്ല, സുഖദുഃഖങ്ങളും നിത്യമല്ല. നിത്യമുണ്ടെങ്കിൽ വന്നുപോയിക്കൊണ്ടിരിക്കും. വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അനിത്യമാണ്. അനിത്യമാണെങ്കിൽ അത് മായ തന്നെ. അതേപോലെയാണ് ഞാൻ ഒരു ശരീരം സ്വീകരിച്ചത്. ഞാൻ ഒരു ശരീരം സ്വീകരിച്ചു, വളർന്നു, വലുതായി, വർദ്ധനായി, എന്താണ് അന്തിമ ദശയിലെത്തി ഈ ശരീരം ഉപേക്ഷിക്കുന്നു, പിന്നെ മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു. ഇതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കില്ലേ? ഇതിൽ എന്ത് വാസ്തവികതയാണുള്ളത്? ഉണ്ടെന്ന് പറയുന്ന വാസ്തവികതയ്ക്ക് അത്രയും കാലം മാത്രമേ നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് മുകളിൽ നോക്കുമ്പോൾ തോന്നും ഈ കണ്ടതൊക്കെ വെറുതെയാണ്. അതുവരെ തോന്നില്ല, സ്വപ്നം പോലെ. ഈ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന അത്രയോ സമയവും ഇത് വാസ്തവമെല്ലാം തോന്നില്ല. കാരണം ഇതിൻ്റെ അകത്തല്ലേ ഞാൻ.
കരക്ക് കയറി നിന്നിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതെല്ലാം വെള്ളത്തിലായിരുന്നു, വെള്ളത്തിൽ കിടന്ന് കളിച്ചായിരുന്നു എന്ന് അപ്പോഴല്ലേ തോന്നിക്കുള്ളൂ. അപ്പോൾ ഈ ബദ്ധനും മുക്തനും എന്ന് പറയുന്നത് ജീവാത്മാവ് തന്നെയാണ് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അതിന് പരമാത്മാവുമായിട്ടുള്ള ഔപാധിക ബന്ധം ഉണ്ടെന്ന് മാത്രം, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആത്മനഃ യഥാ സ്വപ്നോ ഖ്യാതിഹി സംസ്കൃതി നതു വാസ്തവി. അതുപോലെയാണ് സംസാരവും വാസ്തവമല്ല, സ്വപ്നം വാസ്തവമല്ലാത്ത പോലെ. സ്വപ്നം വാസ്തവമായിരുന്നു എന്തെന്ന് കാര്യങ്ങൾ സാധിക്കാൻ ഇല്ലേ? പിറ്റേഫ് എഴുതിട്ട് വിഷാദിക്കും, വിഷമിക്കും, കഷ്ടം, ആ സ്വപ്നം പോയല്ലോ, ഇതൊക്കെ നേരാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഒന്നുമല്ല. ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുന്ന കട്ടിൽ സ്വർണ്ണമാണ് എന്നൊക്കെ വിചാരിക്കുക, എന്നൊക്കെ സ്വപ്നത്തിൽ കാണാം. നല്ല സ്വർണ്ണ കട്ടിൽ കിടന്ന് ഉറങ്ങുന്നു, ഹാവ് എന്തൊരു സുഖമായിരിക്കും അപ്പം തോന്നും. പക്ഷെ ഉണർന്നു കഴിയുമ്പോൾ സ്വർണ്ണമല്ല, ഒന്നുമല്ല, ഒരു മരക്കട്ടിലായ വലിപ്പ് കട്ടില്ല, അത്രയേ ഉള്ളൂ ഞാൻ കിടന്ന് ഉറങ്ങാം. അതുകൊണ്ട് സ്വപ്നം പോലെയാണ് സുഖദുഃഖങ്ങളും ശോകമോഹങ്ങളും ഉണ്ടാകും. ഈ സുഖദുഃഖങ്ങളും ശോകമോഹങ്ങൾക്കും കാരണം ആര് തന്നെയാണ്? മായ. അപ്പോ വാസ്തവത്തിൽ ഇത് ഉള്ളതാണോ അല്ല എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്. ശോകമോഹവും സുഖം ദുഃഖം ദേഹാവത്തിശ്ചമായാം സ്വപ്നോ യഥാത്മനഖ്യാതി സംസൃതന്തു വാസ്തവീം. ശോകമോഹവും സുഖം ദുഃഖം ദേഹാവത്തിശ്ചമായാം സ്വപ്നോ യഥാത്മനഖ്യാതി സംസൃതന്നതു വാസ്തവീം. വിദ്യാവിദ്യേ മമ തനൂ വിദ്യുത്തവ ശരീരിണാം മോക്ഷ ബന്ധഗതി അദ്യേ മായാമേ വിനിർമ്മിതേ. വിദ്യ അവിദ്യേ രണ്ടെണ്ണം, ഒന്ന് വിദ്യ, മറ്റൊന്ന് അവിദ്യ. ഇവകൾ രണ്ടും മമ തനൂ എന്റെ ശരീരം തന്നെയാണെന്ന്. വിദ്ധി ഉദ്ധവ, ഉദ്ധവ അറിയൂ. വിദ്യയും അവിദ്യയും എന്റെ ശരീരം തന്നെയാണെന്ന് അറിയൂ. ആർക്കാണ് ഇത് രണ്ടും? ശരീരണാം, ശരീരികൾക്ക്, മനുഷ്യർക്ക്. ഈ വിദ്യയും അവിദ്യയും ഈശ്വരനാണോ? അല്ലല്ലോ. പിന്നെ ആർക്കാ ഉള്ളത്? നമുക്കല്ലേ. അറിയുന്നത് വരെ എനിക്ക് അവിദ്യയാണ്, അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ എന്തായി? വിദ്വാനായി. ഈ രണ്ടവസ്ഥയും എനിക്കല്ലേ ഉള്ളത്, ഈശ്വരനല്ലോ, ബ്രഹ്മത്തിനല്ലല്ലോ, ആത്മാവിനല്ലല്ലോ. ഇത് രണ്ടും എനിക്കാണ്. വിദ്യ അവിദ്യേ മമ തനൂ വിദ്ധി ഉദ്ധവ ശരീരണ മോക്ഷബന്ധകരി ആദ്യേ മായയാതു വിനിർമ്മിതേ. ആദ്യത്തേത് വിദ്യ. അത് മോക്ഷ ബന്ധകരി, ബന്ധത്തിൽ നിന്നും മോക്ഷത്തെ ചെയ്യുന്നതാണ് വിദ്യ. ആദ്യത്തേത് മായ വേ മേ വിനിർമ്മിതേ, ഞാൻ മായ കൊണ്ട് നിർമ്മിച്ചതാണ്. വിദ്യയും അവിദ്യയും ഒരു ശരീരത്തിലുണ്ട്. അതിലെ വിദ്യയാണ് ബന്ധനത്തിൽ നിന്നും മുക്തി ലഭിക്കാൻ ഉപകരണമായിരിക്കുന്ന വസ്തു. അതും ഞാൻ മായ കൊണ്ടുണ്ടാക്കിയതാണ്. കാരണം ഇത് രണ്ടും ഏതിലാണ്? ജീവാത്മാവിലല്ലേ. ഈ ജീവാത്മാവ് മായയിലല്ലേ. ഇപ്പൊ കുറെ വിറകുകൾ ഒന്നിച്ചു കൂട്ടി വെച്ചിട്ട് അതിനെ കയറുകൊണ്ട് എന്ത് ചെയ്യും? കെട്ടും. ഈ കയറ് കൊണ്ടുള്ള കെട്ട് അനുഭവിക്കുന്ന ആരാണ്? വിറക്. ഈ കെട്ടഴിച്ചു വിട്ടാലും ആ അനുഭവം ആർക്കാണുള്ളത്? വിറകിനാണ്, വേറെ ആർക്കും അല്ലല്ലോ. ഇത് രണ്ടും ഒന്നിനല്ലേ വരുള്ളൂ. കെട്ടിയിടുമ്പോഴുള്ള ബന്ധനാവസ്ഥയും കെട്ടഴിക്കുമ്പോഴുള്ള മുക്താവസ്ഥയും ഈ കയറിന് തന്നെ എന്താണ്? ഇതിനാണ്, ഈ വിറകിന് തന്നെയാണല്ലേ.
വേറൊന്നിനല്ല. കെട്ടുമ്പോഴുള്ള അവസ്ഥ ഒരാൾക്ക്, കെട്ടഴിക്കുമ്പോഴുള്ള അവസ്ഥ വേറൊരാൾക്ക് അങ്ങനെ വരില്ലല്ലോ. ഒന്നിനെ തന്നെയാണ് കെട്ടുന്നത്, അത് തന്നെയാണ് അഴിയുന്നത്. അതുകൊണ്ട് ബന്ധമോക്ഷങ്ങൾ വാസ്തവത്തിൽ ഒന്നിൽ തന്നെയാണ്. ഈ ബന്ധം എന്ന് പറയുന്ന അവിദ്യയും മോക്ഷം എന്ന് പറയുന്ന വിദ്യയും ഏതിൽ തന്നെയാണ്? പറയുന്നത് തന്നെയല്ലേ, വേറെ ആൾക്കാരല്ലോ. അപ്പൊ ശരീരികൾ ഇത് രണ്ടും ഉണ്ട്. ഇത് രണ്ടും എന്നെ മായ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുമാണ്. കാരണം ഈ നമ്മളിപ്പോ വിദ്യ നേടുന്നു എന്ന് പറയുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്, ഈ സംസാരത്തിൽ വെച്ച് തന്നെയാണ്. അല്ല, ഇവിടുന്ന് പോയിട്ടല്ല. അവിദ്യയും അങ്ങനെ തന്നെ ഇവിടെ വെച്ച് തന്നെയാണ്, രണ്ടും ഇവിടെ വെച്ച് തന്നെയാണ്. ഒന്ന് സ്വതന്ത്രമാകും, ഒന്ന് ബന്ധിതനാകും. കെട്ട അയച്ചു വിടുമ്പോ എന്താണ് ഈ പറയുന്നത്? ആശ്വാസമായി, സ്വതന്ത്രമായി. അതേസമയത്ത് കെട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ബന്ധിതനായിട്ട് അനങ്ങാമല്ലാതെ ഇരിക്കും. ഇത് രണ്ടും മായ കൊണ്ടാണ്. ബന്ധമോക്ഷങ്ങൾ മായയുടെ സ്വഭാവമാണ്. ഇത് രണ്ടും ആർക്കേ ഉള്ളൂ? ജീവാത്മാവിനെ ഉള്ളൂ, എനിക്കില്ല ഉദ്ധവ. അതല്ല തുടങ്ങി വെച്ചത്. എന്താണ്? മോക്ഷോ ബന്ധനം മേ ന. ഇത് രണ്ടും എനിക്കില്ല. ഗുണത്തോ മേന വസ്തുത. അത് ഗുണം കൊണ്ടാണ്, വസ്തു കൊണ്ടല്ല. ഈ കയറെന്ന് പറയുന്ന ഞാൻ മായ കൊണ്ട് നിർമ്മിച്ച ഒരു വസ്തു കൊണ്ടല്ലേ ഈ കെട്ട് വരുന്നത്, അല്ല വേറൊന്നും കൊണ്ടല്ലേ കെട്ടുന്നേ. ഈ കയറും വാസ്തവത്തിലുള്ളതാണോ? അല്ല. വിറവുള്ളതാണോ? അല്ല. ബന്ധനമുള്ളതാണോ? അല്ല. മോക്ഷമുള്ളതാണോ? അല്ല. പിന്നെ ഇതൊക്കെയോ സ്വപ്നം പോലെ. അത് ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നല്ലോ, സ്വപ്നം പോലെയുള്ളൂ. സ്വപ്നം പോലെയുള്ള വാസ്തവികത അതിനുള്ളൂ, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ബന്ധമോക്ഷകരി ആദ്യേ മായ വേ മേ വിനിർമ്മിതേ. അതുകൊണ്ട് ഉദ്ധവ, ഇത് രണ്ടും എന്നെ ബാധിക്കത്തില്ല. പക്ഷേ ഇതിനെ രണ്ടും പ്രവർത്തിപ്പിക്കുന്ന ഒരു ചരട് എന്താണ്? മായ എന്നൊരു ചരട് എന്നിൽ നിന്നും പോയതാണ്. അതാണ് നീയൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നേരിട്ട് ജീവാത്മാക്കളുമായിട്ട് ഒരു ബന്ധമില്ല. ഏതിൽ കൂടെയുള്ളൂ? മായയിൽ കൂടെയും ത്രികോണത്തിൽ കൂടെയുള്ളൂ. പാത്രത്തിലൂടെയും വെള്ളത്തിലൂടെയും അഗ്നിക്ക് എന്നുള്ളൂ ഈ അരിയോട് ബന്ധമുള്ളൂ. ഇതുപോലെയാണ് എനിക്ക്. എന്നാൽ എന്താണ് ഈ അഗ്നി എന്ന ഞാൻ ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചൂടാക്കുന്നു, വേവിക്കുന്നു ഒക്കെ ചെയ്യും. ഉപാധി കൊണ്ട് മാത്രമാണ്, നേരിട്ട് ബന്ധമില്ല. സ്വപ്നം എന്നൊരു ഉപാധി കൊണ്ടാണ് ഈ സുഖങ്ങളൊക്കെ അനുഭവിച്ചു തോന്നുന്നത്, അല്ലേ? വാസ്തവല്ലല്ലോ. പക്ഷെ ഉപാധി കൊണ്ട് എന്ത് ചെയ്തു? ഉപാധി ആരുണ്ട്? ഞാനും ഉണ്ട്, സ്വപ്നമുണ്ട്, രണ്ടും ഉണ്ട്. എന്തിനാ ഞാനിങ്ങനെ സ്വപ്നം കണ്ടത്? സ്വപ്നം ഇല്ല, എനിക്കൊന്ന് ഉറങ്ങിക്കൂടെ? അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. തന്നെ തന്നെ മായ കൊണ്ട് താൻ എന്ത് ചെയ്താണ്? മൂന്നവസ്ഥ ഉണ്ടാക്കുകയാണ്: ജാഗ്രത, സ്വപ്നം, ഈ മൂന്നവസ്ഥയും മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല ഇതൊക്കെ വ്യർത്ഥമാണ്, വെറുതെയാണ്, മായയാണെന്ന് അറിയുന്നില്ല. അറിയിക്കാൻ വേണ്ടിയാണ് സ്വപ്നവും ജാഗ്രതയും സുഷുപ്തിയും നമുക്ക് തന്നത്. ഒരു ദിവസം ഇത് മൂന്നും അനുഭവിക്കും എല്ലാവരും. അനുഭവിക്കാത്ത ആരുമില്ല. ജാഗ്രത നിൽക്കും, സ്വപ്നം കാണും, സുഖമായി ഉറങ്ങും, ഉണരും. ഏതു ജീവാത്മാക്കൾക്കും ഇതുണ്ട്. ഇതൊക്കെ ആരാ ഉണ്ടാക്കി വെച്ചേ? ഞാൻ തന്നെ. കാരണമാണ് എന്റെ മായയാണ് ഇതിന് കാരണം. അപ്പൊ വാസ്തവത്തിൽ ഉപാധി കൊണ്ട് മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ, അല്ലാതെ എനിക്ക് നേരിട്ട് വസ്തുവായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് ബന്ധമോക്ഷങ്ങൾ അനുഭവിക്കുന്ന ആര് തന്നെയാണ്? ജീവാത്മാക്കളാണ്, ഞാൻ അല്ല. ഇതൊന്ന് സ്ഥാപിക്കാൻ പുറപ്പെടുകയാണ്. ഓരോ ഉദാഹരണങ്ങൾ കൂടി വ്യക്തമാക്കുക. വിദ്യാവിദ്യേ മമതനു വിദ്യുദ്ധവശരീരിണാം
മോക്ഷബന്ധകരി ആദ്യേമായാമേ വിനിർമ്മിതേ വിദ്യാവിദ്യേ മമതനു വിദ്യുദ്ധവ ശരീരണാം മോക്ഷബന്ധകരി ആദ്യേ മായാമേ വിനിർമ്മിതേ. കിട്ടിയത് ഏകഫ്യൈവമാംശഫ്യാം ജീവഫ്യൈവ മഹാമതേ ബന്ധോഫ്യാ വിദ്യാനാദ വിദ്യാ ച തഥേതരാം. ഏകഫ്യൈവ മമാംശഫ്യ ഏകഫ്യ ഏവ മമ അംശഫ്യ. എന്റെ അംശത്തിന്റെ ഏകഫ്യ ഒന്നായും ജീവഫ്യ ഏവ മഹാമതേ ഈ ജീവന് തന്നെയാണ് എന്ന് മഹാമതിയായ ഉദ്ധവ ബുദ്ധി കൊണ്ട് തിരിച്ചറിയേണ്ടതാണ്. ബന്ധു അഫ്യ അവിദ്യയാ ആ മായയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് അവിദ്യ അനുഭവിക്കുന്നത്. അനാദിഹി വിദ്യാച തഥേതര അനാദിയായ ഈ ബന്ധമോക്ഷത്തെ വിദ്യ കൊണ്ട് അതുപോലെ അറിയുകയും ചെയ്യും. അപ്പോൾ ബന്ധമോക്ഷങ്ങൾ ജീവാത്മാവിനാണ് എന്ന് 2-3 ശ്ലോകത്തോടെ ഉറപ്പിച്ചു വെച്ചു. കുറെ ഉദാഹരണം പറഞ്ഞു. ജീവാത്മാക്കൾക്കുള്ളൂ ബന്ധമോക്ഷങ്ങൾ, മറ്റാർക്കും അല്ല, പരമാത്മാവിനല്ല എന്ന്. ഇനിയും ഈ ജീവാത്മാക്കൾ അനുഭവിക്കുന്ന ബന്ധമോക്ഷങ്ങൾ മായാകൽപ്പിതങ്ങളാണ് എന്നും പറഞ്ഞു. വാസ്തവമല്ല, മായാകൽപ്പിതമാണ്. പക്ഷേ ജീവന്മാർ അനേകമുണ്ടല്ലോ. ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെയുള്ള സമസ്ത ജീവജാലങ്ങളും പ്രാണിവർഗങ്ങളും അതിൻ്റെ അകത്ത് ഉൾപ്പെടും. അവര് അനേകമാണ് എന്ന് ആണെങ്കിൽ ഉപാധികൾ അനേകമുണ്ട്, പക്ഷെ ആത്മാവിന് നാനാത്വം ഇല്ല. പരമാത്മാവിന് നാനാത്വമില്ല, ജീവാത്മാവിന് നാനാത്വം എന്ന ബഹുത്വം ഉണ്ട്. കാരണം എന്താണ്? മായ കൊണ്ട് ത്രിഗുണങ്ങളെ ആശ്രയിച്ച ബഹുത്വമായി. ഈ ത്രിഗുണങ്ങളെ ആശ്രയിക്കുന്നതാണ് ബഹുത്വത്തിന് കാരണം. അതുകൊണ്ട് സൂക്ഷ്മ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഈ ജീവൻ എൻ്റെ ഒരു അംശം തന്നെയാണ്. കാരണം മായ എൻ്റെ അംശമല്ലേ, എൻ്റെ ഒരു അംശം തന്നെയാണ്. പക്ഷേ അത് ഞാൻ കൂടെ നിൽക്കാത്ത അന്യമാണ്. എൻ്റെ അംശമാണ്, പക്ഷെ അത് ഞാനില്ല. മായ എൻ്റെ ഒരു ഘടകമാണ്, ആ ഘടകത്തിൽ ആരില്ല, ഞാനില്ല. പക്ഷെ അതിനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി എൻ്റെ കയ്യിലുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് ഞാൻ നേരിട്ട് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഈശ്വരന് ബന്ധമോക്ഷങ്ങളുണ്ട് എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? എനിക്ക് നേരിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞല്ലേ. അതേസമയത്ത് ഈ ജീവാത്മാക്കളുമായി ബന്ധപ്പെടുമ്പോൾ ജീവാത്മാവിന്റെ സ്വഭാവങ്ങൾ ആരിലേക്ക് വരണം? പരമാത്മാവിന് കിട്ടണ്ടേ എന്നൊരു ചോദ്യം ചോദിക്കുന്നെങ്കിൽ അത് കിട്ടില്ല. കാരണം എന്താണ്? എനിക്ക് അതുമായിട്ട് ബന്ധമില്ല, എൻ്റെ ഘടകമാണ്, പക്ഷെ എനിക്ക് അതുമായിട്ട് ബന്ധമില്ല.
ഈ ഞാൻ എപ്പോഴും പറയാനുള്ള ഉദാഹരണമാണ്, ഈ ഭിത്തിയിൽ നമ്മള് വീടിന്റെ ഓരോ മുറിയിലും ബൾബും ലൈറ്റും ഫാനും ഇലക്ട്രിക് ഉപകരണങ്ങളും എല്ലാം ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന് സ്വിച്ചുണ്ട്, സ്വിച്ച് ബോർഡ് ഉണ്ട്. അത് പ്രവർത്തിക്കുന്നത് അതിൽ കൂടി വൈദ്യുതി എന്നാണ് കടന്നു പോകുമ്പോൾ മാത്രമാണ്. ഈ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഈ നാനാത്വങ്ങളായ ഉപാധികളൊക്കെ പ്രവർത്തിക്കും. ലൈറ്റ് കത്തും, ഫാൻ കൊണ്ട് കാറ്റ് കിട്ടും, TV ഓൺ ചെയ്താൽ ശബ്ദം കേൾക്കാം, കാണാം. ഇങ്ങനെ അതുപോലെ ഹീറ്റർ കൊണ്ട് എന്ത് ചെയ്യാം, ചൂടാക്കാം, വെള്ളം തിളപ്പിക്കാം, ഒക്കെ ചെയ്യാം. എന്തെന്ത് കാര്യങ്ങൾ ചെയ്യാതെല്ലാം അനേകം ഉപാധികളുണ്ട്. ആ ഉപാധികളിലൊക്കെ ഈ കറണ്ടിന്റെ ശക്തിയുണ്ട്. പക്ഷെ അത് കറണ്ടല്ല. ഏത് ഉപാധികളൊന്നും കറണ്ടല്ല. കാരണം ഈ കറണ്ട് എപ്പോഴെങ്കിലും നിന്നു പോയാൽ ഇതൊന്നും പ്രവർത്തിക്കില്ല. ഒന്നും ഇറങ്ങില്ലല്ലോ. കറണ്ട് ഉണ്ടായിട്ടും ഈ വസ്തു പ്രവർത്തിക്കുന്നില്ലെങ്കിലോ അത് ഈ വസ്തുവിന്റെ കുഴപ്പമല്ലേ, കറണ്ടിന്റെ കുഴപ്പമല്ലല്ലോ. ഇതിന്റെ അകത്തുള്ള ഘടകങ്ങളുടെ എന്താണ് ന്യൂനത കൊണ്ട്, കേടുകൊണ്ട്, പോരായ്മ കൊണ്ട്. അല്ലാതെ വൈദ്യുതിയുടെ കുഴപ്പം കൊണ്ടല്ലോ. വൈദ്യുതി അതിൽ പ്രവഹിക്കുന്നുണ്ട്, പക്ഷെ എന്തിനില്ല, ബൾബ് കത്തുന്നില്ല. എന്താ കാരണം? ബൾബിന്റെ ഫിലമെന്റ് വിട്ടുപോയി. ഇതേ ഉള്ളു കാരണം. അതിന് കറണ്ടിനെ പഴയുള്ള കാര്യമുണ്ടോ? ഇല്ല. അതിന് എന്ത് ചെയ്യണം? നന്നാക്കി മാറ്റി വെച്ച് ഉപയോഗയോഗ്യമാക്കി മാറ്റണം. പക്ഷേ ഇത് എന്താണ്, ഈ പോകുന്നതും ഇത് പ്രവർത്തിക്കാതിരിക്കുന്നതും ഒക്കെ ഈ കറണ്ടിനെ സംബന്ധിച്ച് യാതൊന്നും തന്നെ ബാധിക്കത്തില്ല. ഇതുപോലാണ് ജീവാത്മാക്കളിലൊക്കെ ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിലും അതൊന്നും പ്രകടമായി ഇനി എന്ത് ചെയ്യത്തില്ല, ബാധിക്കത്തില്ല. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരു ഉപമാനമാണിത്, ഒരു ഉദാഹരണമാണ്, നമുക്കത് മനസ്സിലാവും. അതുപോലെയാണ് ഈശ്വര ചൈതന്യം, ആത്മചൈതന്യം എല്ലാ വസ്തുക്കളിലും ജീവാത്മാക്കളിലും ബാധിക്കുന്നുണ്ട്. പക്ഷെ ജീവാത്മാക്കൾ അനേകമാണ്. എക്വിപ്മെന്റുകൾ അനവധിയല്ലേ, അനേകമാണ്. ഒന്നുപോലല്ല മറ്റൊന്ന്, ബൾബ് പോലല്ല ഫാൻ. കാരണം ഉപാധികൾ പല, ഉപാധിക്ക് വൈവിധ്യമുണ്ട്. ഉറുമ്പിനെ പോലെയല്ല ഈച്ച, അതിനെ പോലെയല്ല അട്ട, അതിനെ പോലെയല്ല മനുഷ്യര്. പക്ഷെ ഇതിനകത്തുള്ള ഘടകങ്ങളെല്ലാം ഒന്നല്ലേ? അതെ. ഈ ശ്വാസകോശവും കിഡ്നിയും ഒക്കെ ആർക്കുണ്ട്? ഉറുമ്പിനുണ്ട്, നമുക്കുണ്ട്, എല്ലാത്തുണ്ട്. ഹൃദയമുണ്ട്, ഞരമ്പുകളുണ്ട്, നാഡികളുണ്ട്, സകലതുണ്ട്. പക്ഷെ അതിനെ പോലെയല്ല ആര്? ഈ വസ്തു. ഇനി ഉറുമ്പുകളിൽ പോലും ഒരു ഉറുമ്പിനെ പോലെയല്ല വേറൊരു ഉറുമ്പ്. അതിനകത്തെ ഘടകങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഇതാണ് ജീവാത്മാക്കളുടെ വൈവിധ്യം എന്ന് വിസ്തരിച്ച് പറയുക. വൈവിധ്യമാർന്ന ജീവാത്മാക്കളിൽ ബഹുത്വം ധാരാളമുണ്ട്. പക്ഷേ അതിലൊക്കെ ഞാൻ എന്ന പരമാത്മാവിന്റെ ചൈതന്യം എന്ന ശക്തിയുണ്ട്. പക്ഷെ എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഏകഫീവ വംശഫ്യ ജീവഫീവ മഹാമതേ ബന്ധോഫ്യ അവിദ്യ അനാദർ വിദ്യയാച തഥേതര. ജീവന് മാത്രമേ ഉള്ളൂ ബന്ധം. അജ്ഞാനത്താൽ ഉണ്ടാക്കപ്പെട്ടതാണ് ഈ ബന്ധം. ഇത് വിദ്യ കൊണ്ട് ജീവന് തന്നെ എന്ത് ചെയ്യാം? ഈ ബന്ധനത്തെ ഇല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യാം? മോക്ഷമെന്ന അനുഭവത്തെ അനുഭവിക്കാൻ പറ്റും. ഇത് രണ്ടും എന്റെ അംശമാണ്, പക്ഷെ ഞാനല്ല, ഇതെന്നെ ബാധിക്കത്തില്ല. ഈ ബന്ധമോക്ഷങ്ങൾ രണ്ടും എന്നെ ബാധിക്കത്തില്ല. പക്ഷെ രണ്ടിലും ആരുണ്ട്? ഞാനുണ്ട്. പക്ഷെ എന്നെ ഇത് ബാധിക്കത്തില്ല. അംശവും അംശിയും വെവ്വേറെയാണ്. അംശവും അംശിയും വെവ്വേറെയാണ്. അപ്പൊ രണ്ട് വസ്തുക്കൾ തന്നെയല്ലേ? അതേ, ആശങ്കിക്കേണ്ട.
അംശവും അംശിയും എന്ന് പറയുന്നത് എന്നിൽ നിന്നും വേറിട്ട് മാറി നിൽക്കുന്ന മറ്റൊന്നല്ല. എന്തിൽ നിന്നാണോ അംശിച്ചത് അതാണ്. അപ്പം ഏതിൽ നിന്നാണോ അതിനെ അംശി എന്നും മറ്റതിനെ അംശം എന്നും വിളിക്കാം. രണ്ടും ഒന്ന് തന്നെയല്ലേ. പക്ഷേ എന്താണ്, അംശിയെ പോലല്ല അംശങ്ങൾ. അതുകൊണ്ട് എന്നിൽ നിന്ന് വേറിട്ടതാണ് ഒരു ഭാഗത്തെ അല്ല അംശമെന്ന് പറഞ്ഞത്. എന്റെ ഒരു പ്രതിബിംബമാണ് അംശം എന്ന് പറഞ്ഞത്. ഒരേ സൂര്യൻ പല പാത്രങ്ങളിൽ പ്രതിബിംബിച്ച് കാണുന്നത് പോലെ ആ പ്രതിബിംബത്തിൽ വെള്ളത്തിന്റെ ചാഞ്ചല്യം കൊണ്ട് പ്രതിബിംബത്തിന് ചാഞ്ചല്യം കാണപ്പെടുന്നതാണ് വാസ്തവത്തിൽ അതിനുള്ളതല്ല. ഈ സൂര്യന് ചാഞ്ചല്യമൊന്നുമില്ല. പക്ഷേ കുളത്തിൽ കാണുന്ന സൂര്യന് എന്തുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നു തോന്നുന്നു. രാത്രിയിൽ വഴിയെ സഞ്ചരിച്ചു പോകുന്ന ഒരാൾക്ക് തോന്നുന്നു ഈ ചന്ദ്രൻ എന്റെ കൂടെ വരികയാണെന്ന്. ഞാൻ ഇവിടുന്ന് കുറെ ദൂരം നടന്നാലും എന്നെ വെള്ളാറുണ്ട്, ചന്ദ്രനുണ്ട്. ഞാൻ എവിടൊക്കെ നടന്നെത്തിയാലും അവിടെ ആരുണ്ട്, ചന്ദ്രനുണ്ട്. വാസ്തവത്തിൽ ഈ ചന്ദ്രൻ നടക്കുന്നുണ്ടോ? ഇല്ല. നടക്കുന്ന ആരാണ്? ഞാൻ. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതറിയുന്നില്ല. ഞാനാണ് ഈ നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇതൊരു തോന്നലാണ്. നോക്കോളൂ, അവാസ്തവികമായ എത്രയോ തോന്നലുകൾ ജീവന് ഉള്ളിലുണ്ട്, എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ജീവൻ തന്നെ അവാസ്തവമാണെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ഇത് പ്രതിബിംബമാണ്. പ്രതിബിംബത്തിന്റെ ചലനം ഉപാധി അനുസരിച്ചിട്ടാണ്. ഈശ്വരൻ ഇങ്ങനെ അല്ല. എന്താ, ഈ സൂര്യനോ ചന്ദ്രനോ വെള്ളത്തിൽ ഓളം വെട്ടു എന്ന് തോന്നിയാൽ അവരാരും ഓളം വെട്ടുകയല്ല, വെള്ളമാണ് ഓളം വെട്ടുന്നത്. അപ്പോൾ പ്രതിബിംബിക്കുന്ന സൂര്യനും ചന്ദ്രനും അനങ്ങുന്നു നമുക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ബന്ധമോക്ഷകൾ ജീവന് തന്നെയാണ്, എനിക്കല്ല. ഒരാളുടെ ബന്ധമോക്ഷങ്ങൾ മറ്റൊരാളെ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എന്താണ്, ഇത് രണ്ടും വ്യത്യസ്തങ്ങളാണ്. ഒരു പാത്രത്തിലെ പ്രതിബിംബം ആ പാത്രത്തിന്റെ ആകൃതി അനുസരിച്ചല്ലേ നിൽക്കുള്ളൂ. അടുത്ത പാത്രത്തിന്റെ ആകൃതി അനുസരിച്ചല്ലേ അതിനകത്ത് ആ പ്രതിബിംബം നിൽക്കുള്ളൂ. മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ജീവാത്മാക്കൾ വൈവിധ്യമാണ് എന്ന് ഈ രണ്ട് കാര്യം സമർത്ഥിക്കാൻ പുറപ്പെടുക. ഇനിയുള്ള ശ്ലോകത്തിലെ വിഷയം അത് തന്നെയാണ്. നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചു, 5 മിനിറ്റ് കൂടുതലായി. ഇനിയും ഞാൻ നീട്ടിക്കൊണ്ടുപോയിക്കഴിഞ്ഞാൽ ഈ ഞാനും ഈ ക്ലാസ്സും ഈ വിഷയമൊക്കെ മായയാണ്, ഇതൊന്നും ഇല്ലാത്ത നിങ്ങൾ പറയുന്ന ഇടയാവും. അതുകൊണ്ട് അങ്ങോട്ട് കടക്കാതെ ഇവിടെ സംഹരിക്കാം. സംശയം വല്ല ചോദിക്കാം. സങ്കീർണമായ വിഷയമാണ്. സങ്കീർണമായിട്ട് ഈ അധ്യായം മുഴുവൻ അങ്ങനെയാണ്. അത് വളരെ ആലോചിച്ച് ചിന്തിച്ച്, കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിക്കും നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇത്തിരി വിഷമമാണ്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതില്ലെന്ന് പറയാം. അതിനാണ് സ്വപ്നത്തെ കൂട്ടുപിടിക്കാൻ പോകുന്നതില്ല. എന്തെന്ത് ലൗകിക ഉദാഹരണങ്ങളെ പിടിച്ചുകൊണ്ടാണ് സമർത്ഥിക്കാൻ പോവാണ്. ഇത് വരുന്നുണ്ടല്ലോ, അംശാംശം എല്ലാം വരുന്നുണ്ടല്ലോ. നമ്മള് ഭാഗവതത്തില് പറയാ വരുന്നുണ്ട്, ഭഗവാന്റെ അംശമാണ് അംശാംശമാണെന്നൊക്കെ പറഞ്ഞു. അതെ 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 അതെ. ഇത് പല പ്രാവശ്യം ഒന്ന് കേട്ടു നോക്കണം. പത്ത് പ്രാവശ്യം വരാം. ചിന്തിച്ച് മനനം ചെയ്ത് അടുത്ത ക്ലാസ്സിലേക്ക് ഒന്നുകൂടെ ഒന്ന് സാർ, ഈ രണ്ടാമത്തെ ശ്ലോകത്തില് സംസ്കൃതി എന്ന് പറയുന്നത് സംസാരം എന്നാണോ പറയുന്നത്? സംസാരം തന്നെ. സംസ്കൃതി ഓക്കെ. ഇരുന്നവ സംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സാർ. నమస్తే సార్. ధన్యవాదాలు.